വള്ളലാർ ശ്രീ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചുട്ടുതർക്കരിതാം സുഖാതീത വെളിയനും അട്ടമേൽ ചിത്സഭൈ അരുൾപ്പെരും ജ്യോതി. വിവരിക്കാനാവാത്ത വാക്കുകൾക്കതീതമായ ഭാവങ്ങൾക്കതീതമായ സുഖാതീതമായ ആകാശമെന്ന ചിത്സഭയിൽ പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ചിത്സഭയിൽ പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി എങ്ങനെയുള്ളതാണ്? ആകാശമെന്ന ചിത്സഭ. അപ്പോൾ ആകാശത്തിൽ പ്രശോഭിക്കുന്ന വിവരണാതീതവും സുഖാതീതവുമായ അരുൾപ്പെരും ജ്യോതിയെയാണ് ഇവിടെ വള്ളലാർ സ്വാമികൾ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ആകാശത്തിൽ വിളങ്ങുന്ന ചിത്സഭയിൽ വിളങ്ങുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ അരുൾപ്പെരും ജ്യോതി എവിടെയാണ് വിളങ്ങുന്നത്? സാധാരണ തലത്തിലല്ല, മറിച്ച് ചിതാകാശത്തിലാണ് ഈ അരുൾപ്പെരും ജ്യോതി പൂർണ്ണ ശോഭയോടെ പ്രകാശിക്കുന്നത്. അതായത് നമ്മൾ ചിതാകാശത്തിൽ എത്തിച്ചേരണം. ധ്യാനത്തിലൂടെ ചിതാകാശത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ ഈ അരുൾപ്പെരും ജ്യോതിയെ നമുക്ക് അതിൻ്റെ 16 കലകളോടും കൂടി സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചിതാകാശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ശിരസ്സ് തന്നെയാണ്. ഈ ശിരസ്സിലെ ഭൂമധ്യത്തിലാണ് ജ്യോതി പടർന്ന് വിലസുന്നത്. അപ്പോൾ ചിതാകാശത്തിലേക്ക് കുണ്ടലിനി ശക്തി ഉയരുമ്പോൾ ഈ കുണ്ടലിനി ശക്തി നമുക്ക് അരുൾപ്പെരും ജ്യോതിയുടെ മഹനീയമായ ദർശനം തരുന്നു. അതായത് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ഉണർന്ന് അത് ശിരസിലേക്ക് അനാഹതവും കടന്ന് ശിരസിലേക്ക് പ്രവഹിക്കും. ഭൂമധ്യത്തിൽ ആദ്യം പ്രവേശിക്കുന്നു, അവിടെ നിന്ന് അത് സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ ചിതാകാശം എന്ന് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത് വ്യക്തിയുടെ കാര്യത്തിൽ അത് ശിരസ്സാണ്. അപ്പോൾ ഈ ജ്യോതി നാം കാണുന്നത് ഭൂമധ്യത്തിലാണ് എന്ന് ചുരുക്കം. അപ്പോൾ ആകാശമാണ് നമ്മുടെ ശിരസ്സ്. അപ്പോൾ ശരീരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ ശിരസ്സ് ആകാശമാണ്. അതായത് ശരീരത്തെ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലെ 5ാമത്തെ തത്വമാണ് ആകാശതത്വം. ഈ ആകാശതത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആകാശതത്വത്തിലാണ് ഈ അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നത്. അപ്പോൾ വായുവിലോ അല്ലെങ്കിൽ അതേപോലെ അഗ്നിയിലും അതേപോലെയൊക്കെ എല്ലായിടത്തും അരുൾപ്പെരും ജ്യോതിയെ കാണാം. പക്ഷേ അതിൻ്റെ പൂർണ്ണ ശോഭയോടെ കാണണമെങ്കിൽ ആകാശത്ത് തന്നെ, അതായത് ശിരസിലെ ഭൂമധ്യത്തിൽ ഈ അരുൾപ്പെരും ജ്യോതിയെ കാണണം. ആകാശത്തിന് 3 തലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 1 ബോധാകാശം, 2 ചിത്താകാശം, 3 ചിതാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ബോധാകാശം എന്ന് പറയുന്നത് ഹൃദയസ്ഥാനമാണ്. ബോധാകാശം ഹൃദയസ്ഥാനമാണ്. ഈ ഹൃദയത്തിലും അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ രമണ മഹർഷി ആ ഹൃദയവിദ്യയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ ബോധാകാശം എന്ന് പറയുന്നത് ആ ഹൃദയ ഭാഗമാണ്. പിന്നെ ചിത്താകാശം അതിനും മേലെയാണ്. അനാഹതത്തിനും മേലെയാണ് ചിത്താകാശം, അതായത് ചിത്ത്, മനസ്സാകുന്ന ആകാശം. ഈ ചിത്താകാശത്തിലാണ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം തുനിഞ്ഞ് നമ്മെ പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിത്താകാശം വികാരങ്ങളുടെ ആകാശമാണ്, അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ ആകാശമാണ്. അതും കഴിഞ്ഞിട്ടാണ്
ചിതാകാശം. അത് ഭ്രൂമധ്യത്തിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ചിതാകാശത്തിലാണ് ഈ അരുൾ പെരുംജ്യോതിയെ അതിൻ്റെ എല്ലാ ശക്തിവിശേഷങ്ങളോടും കൂടി സാധകന് സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചിതാകാശത്തെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിൽ നമുക്ക് നിത്യാനന്ദ ഭഗവാന്റെ ചിതാകാശ ഗീത എന്ന് പറഞ്ഞിട്ടൊരു കാവ്യമുണ്ട്. അതേപോലെ തന്നെ ചിതാകാശ ഗീതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മാവിൻ്റെ നിഗൂഢമായ തലങ്ങളെക്കുറിച്ചിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. അതായത് നിത്യാനന്ദ ഭഗവാൻ ചിതാകാശ ഗീതയിൽ അരുളി ചെയ്യുന്ന വാക്കുകളെല്ലാം ഈ ശിരസാകുന്ന ആകാശത്തിൽ നിന്ന് പൊഴിയുന്ന വാക്കുകളാണ്. അതായത് ഈ ചിതാകാശത്തിൽ പറന്നു നടക്കുന്ന ഒരു പക്ഷിയെപ്പറ്റി വേദങ്ങളിൽ പറയുന്നുണ്ട്. അത് ഹോമപക്ഷി എന്ന് പറയുന്നൊരു പക്ഷിയെക്കുറിച്ചിട്ടാണ്. ഈ ഹോമപക്ഷി ചിതാകാശത്തിലാണ് പറന്നു നടക്കുന്നത്. അത് തൻ്റെ കുഞ്ഞിനെ ഭൂമിയിൽ നിന്നും ഈ ചിതാകാശത്തിലേക്ക് പറന്നുയരാൻ പഠിപ്പിക്കുന്ന ഒരു രംഗം വേദങ്ങളിൽ നമുക്ക് കാണാം. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മെ വള്ളലാർ സ്വാമികൾ ഈ ഭൂമിയിൽ നിന്ന് ചിതാകാശത്തിലേക്ക് അരുൾ പെരും ജ്യോതിയിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യോഗ വാസിഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അതിലെ ഒരു ഭാഗത്ത് ഈ ചിതാകാശത്തെപ്പറ്റി പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. അസ്ഥി സർവഗതം ശാന്തം പരമാർത്ഥകനം ശൂചി അദിത്യേ ചിന്മാത്ര വപുഹു പരമാകാശമാതതം. അതിൻ്റെ അർത്ഥം ഇതാണ്: സർവത്ര നിറഞ്ഞു നിൽക്കുന്ന പരമകാരണമായ ചിതാകാശം മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. അത് ശാന്തവും സത്യഘനവുമാണ്, കളങ്കം പൊരുളാത്തതും സങ്കല്പരഹിതവുമാണ്. അത് ശുദ്ധ ബോധസ്വരൂപമാണ്. അത് സർവ്വവ്യാപിയാണ്, സർവശക്തിമത്താണ്, സർവാത്മകമാണ്, സ്വയം സർവവുമാണ്. അവിടെ എവിടെ സങ്കല്പം എങ്ങനെയോ അവിടെ അതങ്ങനെ പ്രകാശിച്ചുകൊണ്ടേ നിൽക്കുന്നു. അതോടെ ലോകവ്യവഹാരം വെറും ഒരു കളിയാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ചിതാകാശത്തിലേക്ക് പറന്നുയരുക. ആ ചിതാകാശം എങ്ങനെയുള്ളതാണ്? പരമകാരണമായ ചിതാകാശം മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിനും കാരണമായ ഈ ആകാശത്തിലാണ് അരുൾ പെരും ജ്യോതി പ്രകാശിച്ചു നിൽക്കുന്നത്. അതെങ്ങനെയുള്ള അരുൾ പെരും ജ്യോതി? ശാന്തമാണ്, സത്യഘനമാണ്, കളങ്കം പൊരുളാത്തതാണ്, സങ്കല്പരഹിതമാണ്. അത് ശുദ്ധബോധസ്വരൂപമാണ്. അപ്പോൾ ചിതാകാശം എന്ന് പറയുന്നത് ശുദ്ധബോധസ്വരൂപമാണ്. ഈ ശുദ്ധബോധസ്വരൂപത്തെയാണ് അരുൾ പെരുംജ്യോതി നമുക്കായി സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ അരുൾ പെരുംജ്യോതി ധ്യാനത്തിലൂടെ ഒരാൾ ശുദ്ധബോധസ്വരൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ഇവിടെ വള്ളലാർ സ്വാമികൾ പറയുന്നത്. ആകാശത്തിൽ പ്രകാശിക്കുന്ന ഈ ജ്യോതി, അരുൾ പെരും ജ്യോതി, സത്യത്തിൽ അത് നമ്മുടെ ശുദ്ധ ബോധസ്വരൂപമായ ശിവമാണ്. അപ്പോൾ ശിവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. അരുൾ പെരും ജ്യോതി ധ്യാനത്തിലൂടെ നമുക്ക് ശിവത്തെ പ്രാപിക്കാൻ കഴിയും, ശുദ്ധബോധ സ്വരൂപമായി മാറാൻ കഴിയും. അങ്ങനെ ശുദ്ധബോധമായി സ്വരൂപമായി മാറിക്കഴിയുമ്പോൾ അതുമാത്രമാണ് സത്യം.
മറ്റുള്ളതെല്ലാം മിഥ്യയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അരുൾപ്പെരും ജ്യോതിയിലൂടെ നാം എത്തിച്ചേരുന്നത് ഹോമപക്ഷിയെ പോലെ ചിതാകാശത്തിലാണ്. ചിതാകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതിയെയാണ് നാം നമ്മുടെ ഭൂമധ്യത്തിൽ സാക്ഷാത്കരിക്കുന്നത്. ഇതാണ് പരമമായ ശിവവിദ്യ. ഈ ശിവവിദ്യയിലൂടെ ഒരു സാധകന് സാക്ഷാൽ ശിവനായി തീരാൻ കഴിയും. ഇതാണ് അരുൾപ്പെരും ജ്യോതി. അരുൾപ്പെരും ജ്യോതി തനിപ്പെരുങ്കരുണை അരുൾപ്പെരും ജ്യോതി എന്ന മഹാമന്ത്രത്തിൻ്റെ ആ മന്ത്രരഹസ്യം. അപ്പോൾ ഒരാളെ ശുദ്ധബോധസ്വരൂപനാക്കുന്ന, ഒരാളെ ശിവമാക്കുന്ന അത്ഭുതകരമായ ഒരു സാധനാവിശേഷമാണ് അരുൾപ്പെരും ജ്യോതി ധ്യാനം. ഓം ശിവായ നമഃ.